അല്ല, ഇന്നിവിടെ ഈ വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ CMSലെ യൂണിറ്റ് കമ്മിറ്റിയാണ്. എല്ലാ സാങ്കേതിക സഹായങ്ങളാണ് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ 4 മണി മുതൽ 8 മണി വരെ ഈ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്ത് സർവൈവ് ചെയ്ത ഒരു സംഭവമുണ്ട്. 4 മണി മുതൽ കോളുകൾ വരാണ്, ഇങ്ങനെ സംഘർഷ സാധ്യതയുണ്ട്, ഏതോ കോളേജിലെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും മർദ്ദിച്ചു തുടങ്ങി. അങ്ങനെ സംഘർഷം ഉണ്ടായ സമയത്തും ഒരു 5 മണി 6 മണി സമയത്തൊക്കെ റെപ്പുമാർക്ക് കാവലിരിക്കുന്ന KSU യൂണിറ്റ് കമ്മിറ്റിയിലെ കുട്ടികളുടെ കോളുകൾ വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങളെ ലാത്തി കൊണ്ട് അടി വരുന്നുണ്ട്, SFIയുടെ ജില്ലാ നേതാവ് ആഷിക്ക് അടിക്കുന്നുണ്ട്, മറ്റെല്ലാവരും അടിക്കുന്നുണ്ട് ചേച്ചി, പക്ഷെ ഞങ്ങൾ ചത്താലും എലക്ഷൻ നടക്കണം. കാരണം അവർക്കറിയാം എലക്ഷൻ നടക്കരുത്, കൗണ്ടിങ് നടക്കരുത് എന്ന് മാത്രമാണ് SFIയുടെ അജണ്ട. ഈ വിദ്യാർത്ഥികൾ അത്രയും പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് യൂണിയൻ ഭരണം അല്ലെങ്കിൽ എലക്ഷന്റെ അക്രമം എന്നതിനപ്പുറം എലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി യൂണിറ്റ് കമ്മിറ്റി നിന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചത്. കാരണം ബെസേലിയസ് കോളേജിൽ നോമിനേഷന്റെ അന്ന് SFIക്കാർ തന്നെ കുറെ ഒച്ചെടുക്കുന്നു, അക്രമം ഉണ്ടായെന്ന് പറയുന്നു, മാനേജ്മെന്റ് എലക്ഷൻ ക്യാൻസൽ ചെയ്യുന്നു. KE കോളേജിൽ ഇലക്ഷന് 21-ാം തീയതി ഇലക്ഷൻ ആണെങ്കിൽ 20-ാം തീയതി രാത്രി എലക്ഷൻ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ വരാണ്. അപ്പൊ എലക്ഷൻ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ശൈലിയിലുള്ള SFIയുടെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ 4 മണി മുതൽ 8 മണി വരെ ജീവമരണ പോരാട്ടമായിരുന്നു. ഞങ്ങൾ ഫോണിൽ കൂടെ അവരുടെ കരച്ചിൽ കേട്ട് അപ്പോഴവർ പറയുന്നത്, നിങ്ങൾ അകത്ത് വന്ന് ചോദിക്കാൻ വരാം, യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ ഗേറ്റിന്റെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ അകത്തേക്ക് ചോദിക്കാൻ വന്നാൽ പോലും ചെറിയൊരു അക്രമം ഉണ്ടാക്കി, സംഘർഷം ഉണ്ടാക്കി, മാനേജ്മെന്റിനെ പ്രതിസന്ധിയിലാക്കി ഇവർ എലക്ഷൻ റദ്ദ് ചെയ്യാൻ വിടും. പുറത്ത് നിൽക്കുന്ന റെപ്പുമാരുടെ റൂമിന് കാവല് നിൽക്കുന്ന ഈ യൂണിറ്റ് കമ്മിറ്റിയിലെ വിദ്യാർത്ഥികൾ ജീവൻ പണയം വെച്ച് അവർ പറഞ്ഞത് കൗണ്ടിങ് തീരണം, ഞങ്ങളിൽ ആരെങ്കിലും ചത്തു എന്നറിഞ്ഞാൽ പോലും നിങ്ങൾ അകത്തേക്ക് വരരുത്, കാരണം അകത്ത് വന്നു പുറത്തു പോയി പ്രശ്നം ഉണ്ടായി എലക്ഷൻ റദ്ദ് ചെയ്യുക, എലക്ഷൻ ഇല്ലാണ്ടാക്കുക എന്നുള്ള അജണ്ടയാണ്. അതിന് എന്ത് സംഭവിച്ചാലും, മരണം സംഭവിച്ചാൽ പോലും പിന്മാറരുത് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. ഹൈലി പൊളിറ്റിക്കലായിട്ടാണ് CMSലെ ഡിഗ്രി PG KSU ആ വിദ്യാർത്ഥികൾ നിന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ കാരണം 7 മണിക്ക് പോലും നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 7 മണിക്ക് പോലും എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നോ ഈ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന്? 8 മണിക്ക് നമുക്ക് ഉറപ്പുണ്ടായിരുന്നോ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന്? ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. MLA വരുന്നു, SPയുടെ എസ്കോട്ടില് ജെയ്ക്സി തോമസ് ക്യാമ്പസിനകത്ത് കാറിലകത്ത് കയറാണ്. ജെയ്ക്സി തോമസ് ഇവിടെ MLA ആണോ, ജനപ്രതിനിധിയാണോ? ആരുമല്ല. സംരക്ഷണം നൽകേണ്ട SPയുടെ എസ്കോട്ടില് ജെയ്ക്സി തോമസ് ഉൾപ്പെടെയുള്ളവർ അകത്ത് കയറുമ്പോൾ പുറത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് KSUക്കാർ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ യൂണിറ്റ് കമ്മിറ്റിയിലെ കുട്ടികളുടെ കരച്ചിലും അലറലും. അവർ കരയുന്നതിന്റെ ഇടയിൽ അവർ പറയുന്നത്, എന്ത് സംഭവിച്ചോട്ടെ കൗണ്ടിങ് തീരണം, വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കണം, റിസൾട്ട് അനൗൺസ് ചെയ്യണം, എലക്ഷൻ ഇല്ലാതാക്കാൻ നോക്കുന്ന തന്ത്രത്തെ നമ്മൾ അട്ടിമറിക്കണം. അതിൽ പരിക്ക് പറ്റിയാലും എന്ന് വെച്ചാൽ നമ്മള് അക്ഷരാർത്ഥത്തിൽ CMSലെ യൂണിറ്റ് കമ്മിറ്റി ചോര വീഴ്ത്തി ചോര കൊണ്ട് എഴുതിയ ചരിത്രമാണ് ഇന്നലെ 38 കൊല്ലങ്ങൾക്ക് ശേഷം മാറിയത്. ഒരു സംശയമില്ല.